ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരമായ ദിയ കൃഷ്ണ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ദിയ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് താങ്കളും വിധേയമായിട്ടുണ്ടാകാം. കാരണം ഏത് പോസ്റ്റിന് താഴെയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് ധാരാളം വരുന്ന ഒരു സമയമാണ്. യാതൊരു പാലിക്കാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ഇങ്ങനെ ഇടുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായി എടുക്കുന്നവരുണ്ടാകാം, അതല്ല ഇത് വളരെ വേദനിപ്പിക്കുന്നവരും ഉണ്ടാകാം. അത്തരത്തിൽ വേദന സംഭവിക്കുന്നവരാണ് ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുമൊക്കെയുള്ള കാര്യങ്ങളിലെത്തുന്നത്. ദിയയ്ക്ക് ഇത്രയും നാൾ സജീവമായ ഈ ഒരു സൈബർ ഇടത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ എപ്രകാരമാണ്? ഹലോ, നമസ്കാരം. ഹായ്. ബേസിക്കലി ഈ ഒരു വേദനിക്കുന്നു അല്ലെങ്കിൽ ചിലവർ നിസ്സാരമായി എടുക്കുന്നു എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ പലരും കാണുന്നത് നിസ്സാരമായി എടുക്കുന്ന ഒരാളായിട്ട് തന്നെയാണ്. അഫ്കോഴ്സ് അത് മനസ്സിലേക്ക് എടുക്കുന്നതിനേക്കാൾ നിസ്സാരമായിട്ട് എടുക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് തന്നെ എടുക്കുന്നത്. പക്ഷേ ഞാനും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു ഹ്യൂമൻ ബീങ് തന്നെയാണ്. അപ്പൊ എനിക്കും അഫ്കോഴ്സ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് മനസ്സിലോട്ട് കൊള്ളാറുണ്ട്, പെയിൻ എടുക്കാറുണ്ട്. പക്ഷെ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പൊ മനുഷ്യന്മാർക്കായാലും അത് പെയിൻ എടുക്കുക തന്നെ ചെയ്യും. പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഈ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഒരിക്കലും നിർത്താനോ തടയാനോ പറ്റില്ല. കാരണം അതിപ്പോ ഇന്ന് നമ്മളൊരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അടുത്ത സെക്കൻഡിലാണ് ഇൻസ്റ്റഗ്രാമിനകത്ത് പുതിയൊരു അക്കൗണ്ട് ഫേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ വന്ന് വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് ഉറപ്പായിട്ടും സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് വി ക്യാൻ സ്റ്റോപ്പ് ഇസ് നമ്മൾ അതിനോടുള്ള എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം. മാക്സിമം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക. നമുക്ക് പറ്റുന്ന അത്രയും വരെ എക്സ്റ്റെൻഡ് വരെ നമ്മുടെ ഫാമിലിയോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് എക്സ്റ്റെൻഡ് വരെ നമുക്കത് ബോധേഡ് ആവാതിരിക്കാം. ഒന്ന് രണ്ട് പേർക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ കൊടുക്കാം. പക്ഷെ അതിനപ്പുറം നമ്മൾ ഒരിക്കലും ഈ ഒരു സൈബർ ബുള്ളിയെ പോലെ നമ്മൾ ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. ദിയ എപ്പോഴെങ്കിലും നിയമപരമായി പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ടോ? എനിക്ക് അതുപോലെ പല സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അതായത് റാൻഡം ആയിട്ടുള്ള ഫേക്ക് പേജ് എന്ന് വന്നിട്ടല്ല, എനിക്ക് പരിചയമുള്ളവർ തന്നെ വന്ന്, ഇപ്പോഴല്ല 2 വർഷം മുന്നേ ഒക്കെ ആയിട്ട് പരിചയമുള്ളവരുടെ തന്നെ സംസാര രീതി വെച്ച് ഞാൻ കേസിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന രീതി വരെ എത്തിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, വൈ വേസ്റ്റ് മൈ ടൈം ഫോർ സച്ച് പീപ്പിൾ എന്നുള്ളൊരു സംഭവമാണ്. ബിക്കോസ് അവർക്ക് ഈ ഒരു സ്ക്രീനിന്റെ പിന്നിൽ ഇരുന്ന് എന്നെ ഒരു കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാതെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ആരുടെയും നാവ് പൊങ്ങില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ പോയി സമയം കളയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അല്ല ദിയ, അത്ര ലാഘവത്തോടുകൂടി എടുക്കുന്നത് മനക്കരുത്തിന്റെ കാര്യം കൂടി ഉണ്ടല്ലോ. കാരണം ഇഗ്നോർ ചെയ്ത് കളയാമെന്ന് ദിയ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന കുട്ടി +2 വിദ്യാർത്ഥിനിയാണ്. ഒരു പക്ഷേ അത്രയധികം ലാഘവത്തോടുകൂടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. വലിയ വേദന സമ്മാനിച്ചിരിക്കാം ഈ സൈബർ ഇടങ്ങൾ. അതിൽ നിന്നാണ് ജീവൻ തന്നെ കളഞ്ഞേക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിയത്. ശരിക്കും ഇത്തരത്തിൽ ഈ സൈബർ ഇടങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളിൽ ഒരു അവബോധം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ദിയയ്ക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ദിയയൊക്കെ അറിയാം, ദിയ കുടുംബപരമായി തന്നെ വലിയ രീതിയിൽ സജീവമായി ഈ മേഖലയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ എടുക്കണമെന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ ധാരാളം പുതിയ കുട്ടികൾ നമ്മൾ കാണുന്നില്ലേ, ഇത്തരത്തിൽ യൂട്യൂബിലും അല്ലെങ്കിൽ ഇങ്ങനെ സൈബർ ഇടങ്ങളിലുമൊക്കെ സജീവമാകണമെന്നും വലിയ പേരെടുക്കണമെന്നും ഒക്കെയുള്ള താല്പര്യത്തോടു കൂടി മുന്നിലേക്ക് വരുന്നവർ. അവരാണ് പെട്ടെന്ന് ഈയാമ്പാറ്റകളെ പോലെ ഇതിന് ഇരകളാകുന്നത്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു കൃത്യമായ അവബോധം വേണം എന്ന് ദിയയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അഫ്കോഴ്സ് അതിന്റെ ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മളെ പോലെ അല്ല ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മേക്കപ്പ് ബ്ലോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ആവുന്ന ഒരു കാലമാണിത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്കാർക്കും ഫോണും ലാപ്ടോപ്പും എന്നുള്ളൊരു കാലമല്ല. നമ്മുടെ വീട്ടുകാർക്ക് പോലും ടച്ച് സ്ക്രീൻ ഫോൺ ഉണ്ടെങ്കിൽ ഭാഗ്യം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ചൈൽഡ്ഹുഡ് ആയിരുന്നു ഭാഗ്യവശാൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളതിലൊരു വിഷമം എനിക്ക് സത്യമായിട്ടും ഉണ്ട്. ബിക്കോസ് കുട്ടികളല്ല ഇപ്പോൾ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പൊ മുതിർന്നവരെ പോലെ എങ്ങനെ ആകാം എന്നുള്ളത് ഒരു കോമ്പറ്റീഷനിലാണ് എല്ലാവരും. ഇപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം, ഇതുപോലെ നിങ്ങളിപ്പോ ഒരു 18 വയസ്സോ 17 വയസ്സോ ഉള്ളൊരു കുട്ടിയാണ്, നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൈബർ ബുള്ളി എന്ന് പറയുന്ന ഒരാള് നിങ്ങൾ ത്രെട്ടൻ ചെയ്യുകയോ നിങ്ങളോട് മോശമായി പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഇഗ്നോർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, നിങ്ങൾക്ക് അത് എങ്ങനെ എടുക്കണം ഉൾക്കൊള്ളണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുതിർന്നവരോട് പോയി സംസാരിക്കും. നിങ്ങൾക്ക് സ്വയം തോന്നുവാണ് ഞാൻ ഒരു വലിയ ആളാണെന്ന് വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലുമല്ല. ഇപ്പൊ ഞാൻ പോലും എന്റെ അച്ഛനും അമ്മയോടും പല വിഷമങ്ങളും പോയി പറയാറുണ്ട്. ബിക്കോസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു 17-18 വയസ്സുള്ളൊരു കുട്ടി ആദ്യം തന്നെ ഞാനൊരു മുതിർന്ന ആളാണ്, എനിക്ക് എല്ലാ തീരുമാനവും എടുക്കാൻ അറിയാം, വീട്ടുകാരോട് പറഞ്ഞാൽ ഞാൻ ചമ്മും, ഞാൻ ചെറുതായി പോകുമെന്ന് ഒരിക്കലും കരുതരുത്. എന്ത് വലിയ പെയിനാണെങ്കിലും ചെറിയ പെയിനാണെങ്കിലും
വീട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ബോധമുള്ള ഒരു മുതിർന്ന ആളോടോ പോയി സംസാരിക്കുക. അവര് നിങ്ങളെ സംസാരിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ എന്തെങ്കിലും ഒരു റോങ് തോട്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഉള്ളിൽ അത് അടക്കി ഇതുപോലത്തെ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ദിയ, ഒരു കാര്യം കൂടി പോകുന്നതിന് മുൻപ്, നേരത്തെ സൂചിപ്പിച്ചല്ലോ പലതരത്തിലുള്ള കമന്റുകൾ വരാറുണ്ട്, പലതും അവഗണിച്ച് കളയുകയാണ് പതിവ് എന്നുള്ളത്. ദിയയ്ക്ക് ഒരുപക്ഷെ മാതാപിതാക്കളോട് ഇത് ഷെയർ ചെയ്യാൻ സാധ്യമാകും, അവർ അതിന് വേണ്ടുന്ന സപ്പോർട്ട് തരുമായിരിക്കും. പല കുടുംബങ്ങളിലും അങ്ങനെ ആകണമെന്നില്ല. എന്തിന് ഇത് തുടരുന്നു എന്നുള്ള മറു ചോദ്യമായിരിക്കും പല രക്ഷകർത്താക്കളും ഉന്നയിക്കുന്നത്. അതായിരിക്കാം ഇവരെ കൂടുതൽ പിന്നോക്കം വലിക്കുന്നതും. കൃത്യമായി പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഇത്തരം സോഷ്യൽ മീഡിയകളിൽ ഇറങ്ങുന്നതിന് മുൻപ് കുടുംബ പശ്ചാത്തലം, കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി വേണം എന്നുള്ള ഒരു ഉറപ്പിന്മേലായിരിക്കണ്ടേ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ വേണ്ടി ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത്? ഉറപ്പായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ കുട്ടികളാണ് സോഷ്യൽ മീഡിയയിൽ കയറുന്നെങ്കിൽ മുതിർന്നവർ അറിയാതെ അവർ കയറരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ആർക്ക് വേണോ ഫോൺ ഉണ്ട്, ആർക്ക് വേണോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും. സോ എപ്പോഴും വീട്ടുകാർക്ക് നമുക്ക് ഇന്ന അക്കൗണ്ട് ഒക്കെ ഉണ്ട് എന്നൊരു അറിവുള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടുകാരോട് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫ്കോഴ്സ് ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ, ട്രസ്റ്റ് വർത്തി. ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ, ജസ്റ്റ് അൺഇൻസ്റ്റാൾ ഓൾ ദീസ് ആപ്പ്. ഒരു മാസം നിങ്ങളൊന്ന് ഡിസപ്പിയർ ആയി നോക്കുക. പിന്നെ ഈ സൈബർ ബുള്ളീസിന് വേറെ ആൾക്കാരെ കിട്ടും ബുള്ളി ചെയ്യാൻ. അതെ, വളരെ നന്ദി ശ്രീമതി ദിയ കൃഷ്ണ പ്രതികരിച്ചതിന്.